അങ്ങനെ നമ്മുടെ വയനാടൻ ട്രിപ്പിൻ്റെ ഡിന്നറിനുള്ള ചിക്കൻ അൽഫാമിനുള്ള മസാലയാണ് ഈ കാണുന്നത്. നമ്മൾ കോഴിമുട്ടൊക്കെ പൊട്ടിച്ചിട്ട് പച്ച മസാലയാണ് ഉണ്ടാക്കുന്നത്. മസാലകളൊക്കെ ഞാൻ പണ്ട് നമ്മൾ കുക്കിംഗ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലധികമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, പിന്നെ നമുക്ക് കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കോഴിമുട്ട ഒരു 3 എണ്ണം പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ചെറുനാരങ്ങ നീരും പുരട്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പിട്ടിട്ട്. ഇത്രയും കാര്യമായിട്ട് മസാലയേ ഉള്ളൂ. അൽഫാമിന് എത്രത്തോളം മസാല നമ്മൾ കുറക്കുന്നു അത്രത്തോളം അൽഫാം ടേസ്റ്റ് ഉണ്ടാവും. മസാല കുറേ കൂട്ടി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുളക് പൊടിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പച്ച മസാലയാണ് അൽഫാമിന് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. കാര്യമായിട്ട് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ, ഞങ്ങളിതിലിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറിയ മോള് വന്നിട്ട് മസാലയൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തി. അവിടെയാണ് മസാല നോക്കുന്ന സ്പെഷ്യലിസ്റ്റ്. ഇനി നമുക്കിതൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ടൈമിന് വെക്കണം. ഞാനിതിവിടെ 4 മണിക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാത്രിയാണ് നമ്മളിതിൻ്റെ ചൂടാനുള്ള പ്ലാൻ. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ റെസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം സമയം ഒരു 8:30 മണിയായിട്ടുണ്ട്. നല്ല തണുപ്പാണ് റിസോർട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഫാമിലി സഹിതം എന്തായി, ചിക്കൻ ചൂടാൻ തുടങ്ങി. ചാർക്കോൾ കത്തിക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾ പാട്ടും കുത്തായിട്ടും ഒരു സൈഡിലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കനൽ കത്തിച്ച് ആക്കി കൊടുത്താൽ പിന്നെ വീശാനും പിടിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അൽഫാം ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കനലുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആവുന്ന പീസ് എടുത്ത് മക്കൾക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി. മക്കളൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ കഴിക്കുന്ന ആൾക്കാർ ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന വലിയ അംഗീകാരമാണ്. ചെറുതും വലുതെന്നൊന്നുമില്ല, ആര് പറഞ്ഞാലും അത് അംഗീകാരം തന്നെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള വലിയ ആൾക്കാരൊക്കെ ഇനി അവസാനത്തെ ട്രിപ്പ് നോക്കിയിരിക്കുകയാണ്. നമ്മൾ ഉമ്മ അവിടെ എല്ലാത്തിൻ്റെയും നേതൃത്വം വെച്ചിട്ട് അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബെറ്റ് വന്നിട്ടാണ്. അതായത് ഈ തണുപ്പത്ത് ഇട്ടെടുത്ത ഡ്രസ്സ് കൊടുക്കുന്ന വെള്ളത്തിൽ ചാടിയാൽ 700 ഉറുപ്പ്യ തരാം. പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടായിരുന്നു അത് തരാമെന്ന് അനിയൻ വാദിച്ച്. ക്യാഷ് കിട്ടി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ആനക്കൊല്ലിമലയ്ക്കും ചാടും. നമ്മളെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ക്യാഷ് എടുത്ത് പേഴ്സിലിട്ടതിന് ശേഷം ഞാൻ നേരെ പോയി എന്ത് ചെയ്ത് വെള്ളത്തിലേക്ക് അങ്ങ് ചാടി. സംഭവം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ 700 ഉറുപ്പ്യ അപ്പോൾ എങ്ങനെയായാലും വെറുതെ ചാടിയാൽ കിട്ടൂലല്ലോ. അങ്ങനെ എന്ത് ചെയ്ത് നേരെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ എന്ത് ചെയ്ത് കുളിച്ചൊരുങ്ങി വന്ന്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. രാത്രി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സും കാര്യങ്ങളും പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എല്ലാ മക്കളും ഇറങ്ങാൻ റെഡിയായി. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താണ്, എന്നൂര് എന്നാണ്. എന്നിയൂര് എന്നൊക്കെ പറയും. ഊര് എന്നുള്ളത് എന്നിയൂര് എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടേക്കാണ്. അതിപ്പോൾ അടുത്തൊരു 3 വർഷമായിട്ടുള്ള അവിടേക്കുള്ള പാത സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞ് പുറത്ത് നമ്മളെ വാഹനം പാർക്ക് ചെയ്തിട്ട് അവരുടേതായ ജീപ്പിൽ, ട്രക്കിംഗ് ജീപ്പിൽ പോകണം. അങ്ങനെ ഞങ്ങൾ എന്നിയൂരിലെത്തി. എന്നിയൂര് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നൂര് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. നല്ല ഗ്രാമീണ ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയ ഗോത്ര സമൂഹങ്ങൾ, ആദിവാസികളൊക്കെ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നെ. ഏതൊരുത്തൻ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് നല്ല തണുത്ത കാറ്റും നല്ല കാലാവസ്ഥയായിരുന്നു. അതിൻ്റെ മേലെ പോയപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമിംഗ് പോയിൻ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഊര് നടന്ന് കാണുകയാണ്. അത് പഴയ ഒരു പരമ്പരാഗത പൈതൃകത്തിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിലാണ് അത് ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കാനുള്ള നല്ല നല്ല ഏരിയകളൊക്കെ ഉണ്ട്. അവിടുന്ന് നമ്മൾ മക്കളും കുട്ടികളും കുടുംബാംഗങ്ങളൊക്കെ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളവിടെ മേലെ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അതേപോലെ അവിടെ നല്ല ബാത്റൂം സൗകര്യങ്ങളൊക്കെ ടൂറിസം വകുപ്പ് ഒരുക്കി വെച്ചിട്ട് നല്ല വൃത്തിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഗ്രാമീണ പൈതൃകങ്ങൾ, പഴയ കാലത്ത് ആദിവാസി ഊരിൽ നടന്നിരുന്ന പാട്ടും കൂത്തൊക്കെയാണ് അവിടെ കാണുന്നത്. ചെണ്ടമേളങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ പഴയ വീടുകളൊക്കെ അവർ പുതിയതായിട്ട് ഒരുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കവിടെ അമ്പെയ്ത്ത് സൗകര്യമുണ്ട്. അതായത് അമ്പെയ്ത്ത് പഠിക്കാൻ പഴയ ആദിവാസി സമൂഹങ്ങൾ അമ്പെയ്ത്ത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജും കൂടി എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ശേഷം ഇനി നേരെ നമ്മളെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആവുന്ന